ഹാവ്ലോക്ക് ജെട്ടിയിൽ നിന്നും നീൽ ദ്വീപിലേക്ക് പോകുന്ന ആദ്യത്തെ ഫെറി രാവിലെ 5:30 പുറപ്പെടും. 1 മണിക്കൂറാണ് യാത്ര. ഇന്നത്തെ ദിവസം പൂർണ്ണമായി നീൽ അഥവാ ഷഹീദ് ദ്വീപ് എക്സ്പ്ലോർ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ഫെറി പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുൻപ് ഗേറ്റ് അടയ്ക്കും. ഇതും ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഫെറിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 600 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. രാവിലെ വളരെ നേരത്തെ ആയതിനാൽ മനോഹരമായ സൂര്യോദയവും കണ്ട് നല്ല അന്തരീക്ഷത്തിൽ യാത്ര ചെയ്യാം. ഇവരുടെ ഫെറിയിൽ ടിക്കറ്റ് ലഭിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഗുണം നമുക്ക് ഒരു ദിവസം സേവ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് നീൽ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നീൽ അഥവാ ഷഹീദ് ദ്വീപ് എത്തിയിരിക്കുന്നു. നല്ല ഇളം നീല നിറത്തിലുള്ള വെള്ളം ഈ ദ്വീപിനെ മനോഹരമാക്കുന്നു. ഇവിടെയും ഹാവലോക്കിലേതുപോലെ തന്നെ ദിവസേന 500 രൂപ വാടകയ്ക്ക് സ്കൂട്ടർ റെന്റിന് എടുത്തു. വളരെ ചെറിയ ദ്വീപാണ് നീൽ. ഹാവലോക്കിലേതുപോലെയുള്ള നിലവാരവും റോഡുകൾക്ക് ഇവിടെ ഇല്ല. പോകേണ്ട സ്ഥലങ്ങളെല്ലാം 5-6 കിലോമീറ്ററിനുള്ളിൽ എത്തിച്ചേരാനാകും. ആദ്യം ഞാൻ പോകുന്നത് ലക്ഷ്മൺപൂർ ബീച്ച് 2ലേക്കാണ്. ഇതുകൂടാതെ നീൽ ദ്വീപിൽ ലക്ഷ്മൺപൂർ ബീച്ച് 1, സീതാപൂർ ബീച്ച്, ഭാരത്പൂർ ബീച്ച് എന്നീ ബീച്ചുകൾ കൂടെയുണ്ട്. ലക്ഷ്മൺപൂർ ബീച്ച് 2ൽ എത്തിയിരിക്കുന്നു. ഇവിടെ ആരെയും കാണാനില്ല. കടകളെല്ലാം അടച്ചിരിക്കുന്നു. അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ വേലിയേറ്റ സമയമാണെന്നും ബീച്ചിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ലെന്നും അറിയാൻ സാധിച്ചു. എന്നിരുന്നാലും ഞാൻ ബീച്ച് ഒന്ന് കാണാൻ തന്നെ തീരുമാനിച്ചു. പറഞ്ഞ പോലെ ഇറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇപ്പോൾ വേലിയേറ്റമാണ്. തീർത്തും വിജനമാണ് ഇവിടം. അവിടുത്തെ ആളുകൾ എന്നോട് പറഞ്ഞ പ്രകാരം വേലിയേറ്റ സമയത്ത് ഭാരത്പൂർ ബീച്ചിലേക്ക് ഞാൻ എത്തി. ആൻഡമാനിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇളം നീല നിറത്തിലുള്ള കടൽ തീരം ഇതാണ്. വളരെ തെളിഞ്ഞ വെള്ളം. ഏകദേശം 1/2 കിലോമീറ്ററോളം ഞാൻ ഉള്ളിലേക്ക് വന്നിരിക്കുന്നു. വെള്ളം പതുക്കെ കടലിലേക്ക് വലിയാൻ തുടങ്ങിയിരിക്കുന്നു.
വേലിയിറക്ക സമയമായി. അങ്ങിങ്ങൻ ചെറിയ മണൽ ദ്വീപുകൾ കാണാൻ തുടങ്ങി. വേലിയിറക്കം പൂർണ്ണമായി. നീൽ ദ്വീപിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ആളുകളോട് ചോദിച്ച് വേലിയേറ്റത്തിൻ്റെയും വേലിയിറക്കത്തിൻ്റെയും സമയം മനസ്സിലാക്കുക എന്നതാണ്. വേലിയേറ്റ സമയം ഭാരത്പൂർ ബീച്ച് സന്ദർശിക്കാം. വേലിയിറക്കമായതിനാൽ ഇനി നമുക്ക് ലക്ഷ്മൺപൂർ ബീച്ച് 2ലേക്ക് തിരിച്ചു പോകാം. ഇത് ഞാൻ രാവിലെ വന്ന ലക്ഷ്മൺപൂർ ബീച്ച് 2 ആണ്. രാവിലെ ഇവിടെ മുഴുവൻ കടൽ കീഴടക്കിയിരിക്കുകയായിരുന്നു. ഇതിലൂടെ നടന്നാൽ പ്രകൃതിയുടെ കരവിരുതാൽ രൂപപ്പെട്ട ഒരു പാലം കാണാം. ഇതിനാണ് സഞ്ചാരികളെല്ലാം അങ്ങോട്ട് നടക്കുന്നത്. വേലിയിറക്ക സമയത്ത് മാത്രമേ ഇവിടെ സന്ദർശിക്കാൻ പറ്റൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇത് ഒരു നാച്ചുറൽ ബ്രിഡ്ജ് ഫോർമേഷൻ ആണ്. സത്യത്തിൽ ഇവിടെ ഇതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ആൻഡമാനിലെ മരങ്ങൾ വളരെ ഉയരം കൂടിയതും ഭംഗിയുള്ളതുമാണ്. ഇനി നമുക്ക് സൂര്യാസ്തമയം കാണാൻ മനോഹരമായ ലക്ഷ്മൺപൂർ ബീച്ച് 1ലേക്ക് പോകാം. സുന്ദരമായ പാതയിലൂടെ നീൽ ദ്വീപിലെ സഞ്ചാരം തുടരുന്നു.